ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫ്ലോർ മൗണ്ടർ, അതായത് ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഫ്ലോർ മൗണ്ടർ ക്ലോസറ്റിനെ കുറിച്ചിട്ട് പരിചയപ്പെടാം. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമേ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്ലോർ മൗണ്ടറാണ്. നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ്. ഏറ്റവും സേഫ്റ്റി ഇത് തന്നെയാണ്. അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളെല്ലാം പറയാം. അതായത് സെറയുടെ മോഡലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കണ്ടോ 300 mm എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ, അതാണ് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അതായത് ഭിത്തിയിൽ നിന്നും അതിൻ്റെ ഔട്ട്ലെറ്റ്, അതായത് നമ്മുടെ ഈ പറയുന്ന ക്ലോസറ്റിൻ്റെ 4 ഇഞ്ച് പൈപ്പ് പുറത്തേക്ക് പോകുന്ന ഔട്ട്ലെറ്റും തമ്മിലുള്ള അകലമാണ് 300 mm. അത് നമുക്ക് 200 mm, 220 mm, 300 mm, 330 mm, അങ്ങനെ പല നമുക്ക് അളവിൽ നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഈ ഭിത്തിയിൽ നിന്നും അതായത് ഭിത്തി നമുക്ക് അതിൻ്റെ ബാക്ക് വശം, അതായത് ടൈൽ ഒട്ടിച്ചതിന് ശേഷം അതിൽ നിന്നും നമുക്ക് ക്ലോസറ്റിൻ്റെ ഔട്ട്ലെറ്റ് വരുന്ന, അതായത് വേസ്റ്റിൽ ഔട്ട്ലെറ്റ് വരുന്ന ആ ഏരിയയാണ് 300 mm എന്ന് പറയുന്നത്. അത് നമുക്ക് പല രീതിയിൽ, അപ്പോൾ നമ്മൾ ക്ലോസറ്റ് പിടിപ്പിക്കുന്ന സമയത്ത് ആ ടൈലിൻ്റെ കനം കൂടി ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 സെൻറ്റിമീറ്റർ എങ്കിലും നമ്മൾ കൂട്ടിയിടണം. അപ്പോൾ 300 mm ക്ലോസറ്റാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ 300 ഉദ്ദേശം 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 32 സെൻറ്റിമീറ്റർ എങ്കിലും നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ ചെയ്തിടണം. അല്ലെങ്കിൽ ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ ഏകദേശം 1.5 സെൻറ്റിമീറ്ററോളം കയറി വരും. അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ടൈലിൻ്റെ കനം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ 2 സെൻറ്റിമീറ്റർ കൂട്ടിയിടണം. കാരണം ഫിനിഷിങ് സ്റ്റേജാണ് ഈ പറയുന്ന 300 mm എന്ന് മാർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കണ്ടോ, ക്ലോസറ്റ് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം ബാക്കിൽ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് ശേഷം ഏറ്റവും അടിവശം നമ്മൾ ഇതുപോലെ തന്നെ ഒന്നല്ലെങ്കിൽ അപ്പോക്സി വർക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ടൈൽ ഫില്ലറാണ് കുറച്ചുകൂടി ഏറ്റവും നല്ലത്. ടൈൽ ഫില്ലർ ഇട്ട് ഫില്ല് ചെയ്ത് അടിവശം പാക്ക് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാത്റൂമിൻ്റെ അകത്ത് കറക്റ്റ് സ്ലോപ്പ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ട്രാപ്പിലേക്ക് സ്ലോപ്പ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ ബാത്റൂമിൽ വരുന്ന ആ സ്ലോപ്പ് ഈ ക്ലോസറ്റ് ആ സൈഡിലേക്ക് കുത്തി കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്, ജസ്റ്റ് ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമാത്രമല്ല ഈ ക്ലോസറ്റിൻ്റെ അടിവശം ചിലപ്പോൾ കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. മിക്ക ക്ലോസറ്റുകളും വരുന്നത് അങ്ങനെയാണ്, ഏറ്റവും അടിവശം ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ പൊട്ടി കാര്യങ്ങൾ, അതായത് ടൈൽ ഫില്ലർ കാര്യങ്ങളിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇറങ്ങാതെ നീറ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല ഏറ്റവും സേഫ്റ്റി ഇത് തന്നെയാണ്. നമ്മുടെ വാളിൽ ഭിത്തിയിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റിൻ്റെയും ഏറ്റവും നല്ലത് നമ്മൾ നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ്. നമുക്ക് വിശ്വസിച്ച് എത്ര വെയിറ്റുള്ള ആളാണെങ്കിലും കയറിയിരുന്നാൽ യാതൊന്നും സംഭവിക്കില്ല. പക്ഷേ വാൾ ഹാങ്, ഭിത്തിയിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റ് നമ്മൾ ഇത്തിരി വെയിറ്റുള്ള ആൾ കൂടുതൽ ഒന്ന് ഇരിക്കുന്ന സമയത്ത് ഒറ്റ ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് ഒറ്റ ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്തെല്ലാം അപകടങ്ങളാണ് സംഭവിക്കുക എന്ന്. സെറാമിക്കാണ് ഫുൾ ആയതുകൊണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഫ്ലോർ മൗണ്ടർ നിലത്തുറപ്പിക്കുന്ന ക്ലോസറ്റാണ് ഏറ്റവും സേഫ്റ്റി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഈ ഭിത്തിയിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലോർ മൗണ്ടർ തമ്മിലുള്ള ക്ലോസറ്റുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സേഫ്റ്റിക്ക് അറിയണമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ടൈലിൻ്റെ കനവും, അതായത് നമുക്ക് എങ്ങനെയാണ് പൈപ്പ് ഇടേണ്ടത് എന്ന ഫ്ലോറിൻ്റെ, അതായത് ഫിനിഷിംഗ് ലെവലിൽ നമുക്ക് കിട്ടാനായിട്ട് എങ്ങനെ ഇടണമെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം താല്പര്യം, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്തതിന് വീഡിയോ ഹൈ ലെങ്തിയോ, അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ.